യോശുവ 1:9. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ അറിയാൻ സഹായിക്കാൻ ആരുമില്ലെന്ന ചിന്തയാണ് പലരും ജീവിതത്തിൽ നിരാശയ്ക്ക് അടിമപ്പെടാൻ കാരണം. ദൈവം കൂടെയുണ്ടെന്നുള്ള ധൈര്യമാണ് പലരും ഏതു തകർച്ചയിലും പതറാതെ നിൽക്കാനും കാരണം. ഇവ രണ്ടും തമ്മിലുള്ള അന്തരം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ദൈവത്തിലും അവിടുത്തെ വാഗ്ദത്തങ്ങളിലും വിശ്വസിക്കുന്നവർ ഏത് സാഹചര്യത്തിലും ഹൃദയത്തിൽ പ്രത്യാശ സൂക്ഷിക്കും. ഇപ്പോഴത്തെ സ്ഥിതി മാറി ഒരു ശുഭദിനം വരുമെന്നും ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു നിമിഷം മതിയെന്നും ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കണമെന്നും അവർ തിരിച്ചറിയുന്നു. ഓരോ ദൈവപൈതലും എപ്പോഴും ഉറച്ചു വിശ്വസിക്കേണ്ട വാഗ്ദത്തമാണ് എല്ലായിടത്തും ദൈവം തന്നോട് കൂടെയുണ്ടെന്നുള്ളത്. നമ്മെ ദൈവം തൻ്റെ പ്രവൃത്തികൾക്കായി വിളിച്ചത് തനിയെ സകലതും ചെയ്യാനല്ല. ദൈവഹിതപ്രകാരം അവിടുത്തെ നിയോഗപ്രകാരമാണ് നാം ഓരോന്നും ചെയ്യുന്നത് എങ്കിൽ നാം തനിച്ചല്ല. എല്ലായിടത്തും ദൈവകരം നമ്മെ വഴി നടത്തും. യോശുവ ദൈവത്തിൻ്റെ ജനത്തെ നയിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അതുവരെ മോശെ നയിച്ചവരെയാണ് ദൈവം ഭരമേൽപ്പിച്ചത്. മോശയോടുകൂടെ വിശ്വസ്തനായി യോശുവ നിന്ന ചരിത്രം നമുക്ക് കാണാം. ദൈവപുരുഷനായ മോശയുടെ സമയത്ത് അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങൾ യോശുവ കണ്ടിട്ടുണ്ട്. തനിക്ക് ഇനി ഇവരെ മുന്നോട്ട് നയിക്കാനാവുമോ എന്ന ചിന്ത യോശുവയ്ക്ക് ഉണ്ടാകാം. അതിനുള്ള അറിവും കഴിവും ഉണ്ടോ? ഈ ജനം തന്നെ അനുസരിക്കുമോ? മുന്നിൽ ഉള്ള വെല്ലുവിളികൾ ഇതുവരെ കണ്ടിട്ടുള്ളവയല്ല. ഈ പശ്ചാത്തലത്തിൽ ദൈവം യോശുവയോട് ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട എന്ന് പറയുന്നത് മുന്നിൽ ഒരു പ്രശ്നവും വരാതെ നോക്കിക്കൊള്ളാമെന്നല്ല. ഏതു വെല്ലുവിളികളിലും ദൈവം തന്നോട് കൂടെയുണ്ട്, അവയെല്ലാം നേരിടാനും ജയിക്കാനും കൃപ തരും എന്നാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന, വാഗ്ദത്തങ്ങൾ പ്രാപിച്ച നാം പ്രതിസന്ധികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുമെന്നല്ല, ദൈവം കൂടെയുള്ളതിനാൽ അവയെല്ലാം അതിജീവിച്ച് മുന്നേറും എന്നാണ്. ആകയാൽ ഭയപ്പെടാതെ ദൈവിക വാഗ്ദത്തത്തെ പൂർണ്ണമായി ആശ്രയിച്ച് മുന്നോട്ട് പോകാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.